ഹായ് ഹലോ. ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ശനി മന്ദിറിലേക്കാണ് കേട്ടോ യാത്ര. ശനി ഭഗവാന് വേണ്ടിയുള്ള അമ്പലമാണ് കേട്ടോ. നമ്മുടെ ശനിദോഷങ്ങളും കാര്യങ്ങളൊക്കെ തീരാൻ വേണ്ടി ഇവിടെ പോയി വഴിപാട് നേർച്ചയൊക്കെ കഴിച്ചാൽ മതിയെന്നാണ്. ഇന്ത്യയിൽ തന്നെ ശനിദേവൻ്റെ അമ്പലങ്ങൾ വളരെ കുറവാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 1 hour ട്രാവൽ ചെയ്ത് ഞങ്ങളവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള നേർച്ചത്തട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ആളിപ്പോൾ തന്നെ പാവയ്ക്ക് വേണ്ടി ഒന്ന് കുത്തി നിൽക്കുകയാണ്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു നേർച്ചത്തട്ട് മേടിച്ചിട്ട് ഓരോ തട്ടിനും ഓരോ സാധനങ്ങളനുസരിച്ച് തട്ടിന് വില വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു തട്ട് വാങ്ങി ഞങ്ങളകത്തേക്ക് പോകുന്നുണ്ട്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കില്ല എന്നാണ് നമ്മൾ തിരക്കുണ്ടാകുമെന്ന് ഓർത്താണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വഴിയിലൊന്നും വലിയ തിരക്ക് കണ്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തീരെ തിരക്കില്ലായിരിക്കും, കുഴപ്പമില്ല എന്നൊക്കെ ഓർത്തൊക്കെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ആരത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയത്താണ് വന്ന് പെട്ടെന്ന് എല്ലാം കാണാമെന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് കാണാൻ വേണ്ടി വലിയൊരു സ്ക്രീൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികൾ നല്ല ഹാപ്പിയാണ്. കുറേ നാളുകൂടി അവർക്ക് ഓടിക്കളിക്കാൻ കുറേ സ്ഥലം കിട്ടി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡൊണേഷൻ കൗണ്ടറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഡൊണേഷനോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാമാണ്. നമ്മൾ അകത്ത് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ നേർച്ചത്തട്ടിൽ ഓരോരോ സാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ട് തന്നെ കേട്ടോ ഇവിടെ അമ്പലത്തിൽ അങ്ങോട്ട് അർപ്പിക്കുന്ന ദൈവത്തിന്. നമ്മുടെ നാട്ടിലെ പോലെ പൂജാരി മേടിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന് അർപ്പിക്കുമല്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തൊട്ട് ഓരോരോ സ്ഥലത്തായിട്ട് നമ്മുടെ തട്ടിലുള്ള ഓരോരോ സാധനങ്ങൾ നമുക്ക് വെച്ച് പോകാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ തട്ടിനകത്ത് എരിക്കിൻ്റെ ഇല വെച്ചിട്ടുള്ളൊരു മാലയുണ്ട്. നമ്മളത് ഈ ആദ്യം കാണുന്ന ശൂലത്തിൽ നമ്മളത് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ ആരും നോക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഓരോരുത്തരായിട്ട് ഇത് അർപ്പിച്ച് അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് ചെല്ലുന്നവർ നല്ല തിരക്ക് കൂടുന്നുണ്ട് കേട്ടോ. ഈ വലത്തെ സൈഡിലായിട്ട് കാണുന്ന ക്യൂ നമ്മൾ സ്പെഷ്യൽ പൈസ കൊടുത്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കയറി പോകുന്ന ആൾക്കാരുടെ ക്യൂ ആണ് കേട്ടോ. 1500 ആണ് അതിൻ്റെ റേറ്റ്. അകത്ത് ചെന്നപ്പോൾ വീണ്ടും വേറൊരു ഡൊണേഷൻ സെൻറ്റർ അവിടെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല തിരക്കാണ്. ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് ഡൊണേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. നമ്മളകത്തേക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളുള്ളതുകൊണ്ട് തന്നെ. നല്ല തിരക്കുള്ള ദിവസമാണ്, സൺഡേ ആയതുകൊണ്ട് തന്നെ. അതും അർച്ചന നടക്കുന്ന ടൈം ആയതുകൊണ്ട് ആൾക്കാരെ നല്ല തിരക്കായിരുന്നു. പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ ക്യൂവിനുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്ത് കയറി നിന്നിട്ട് അവർക്ക് നമ്മുടെ കൊണ്ടുപോകുന്ന ഓയിൽ അർച്ചന ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി പുറകോട്ട് മാറി നിന്ന് നമ്മൾ അർച്ചന കാണാൻ വേണ്ടി ഇവിടെ കയറി നിന്നതാണ്. നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാം കേട്ടോ. ആ കാണുന്നതാണ് ശനിദേവൻ്റെ പ്രതിഷ്ഠ. ഇവിടെ വിഗ്രഹമല്ല, അതൊരു വലിയ കല്ലാണ്. ആ കല്ലിൽ ആ ഓയിലാണ് നമ്മൾ അവിടെ അർച്ചനയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചവർ അവിടെ കയറി നിന്നിട്ട് അവർ നേരിട്ട് ഓയിൽ അർപ്പിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ മാറി നമ്മൾ പ്രാർത്ഥിച്ചു. എന്തെങ്കിലും സ്പെഷ്യൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ സെൻറ്ററിലുള്ള ഭാഗത്തിരുന്നാണ് ചെയ്യുന്നത്. അവിടെ കുറച്ച് തന്ത്രിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങോട്ട് മാറി ഇന്ന് നമ്മൾ ആ അർച്ചന മുഴുവൻ നമ്മൾ കണ്ടു കേട്ടോ. നല്ല തിരക്കായിരുന്നു, നിറച്ച് ആളുകളുണ്ട്. അവിടെ പല സ്ഥലത്തായിട്ട് പലതരത്തിലുള്ള കാണിക്കവഞ്ചികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശനിദേവൻ്റെ പ്രതിഷ്ഠ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ ശനിദോഷം മാറാൻ വേണ്ടി പലതരം പൂജകളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഇത് അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് പൂജ ചെയ്യാം കേട്ടോ. നമ്മൾ സ്പെഷ്യൽ പെർമിഷനും സ്പെഷ്യൽ പൂജയ്ക്കും നമ്മൾ നേരത്തെ പേര് കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് നമ്മളുടെ കൂടെ ഇപ്പോഴൊരു തന്ത്രി ഉണ്ടാവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി നമ്മൾ തൊഴുതിട്ട് പുറത്തേക്ക് പോകുന്ന വഴി വേറെയാണ്. അപ്പോൾ നമ്മൾ ആ വഴി കൂടെ നമ്മൾ പുറത്തേക്ക് പോകണം. ഇവിടെ കുറച്ച് അധികം സ്ഥലം, നല്ല സ്പേസൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. മന്ദിരം എന്ന് വെച്ചിട്ടുണ്ട് വലിയൊരു നല്ല ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഈ മന്ദിരം നിൽക്കുന്നത്. ഇവിടെ പല സ്ഥലത്തായിട്ടും ചെറിയ ചെറിയ ഹോമങ്ങൾക്കും ഇതിനുമൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാലിയാക്കി ഇട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ അകത്തത്തെ കാഴ്ചയിൽ നിന്നൊക്കെ നമ്മൾ ഇച്ചിരി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. മന്ദിറിൻ്റെ പുറത്തേക്കുള്ള വഴിയുടെ ഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് നമ്മുടെ മന്ദിറിൻ്റെ സൈഡിലായിട്ട് ഒഴുകുന്നൊരു തോട് കെട്ടി നിർത്തിയിട്ട്
അത് ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് കേട്ടോ. ഇതാണ് നവഗ്രഹ ക്ഷേത്രം. അമ്പലത്തിനോട് ചേർന്ന് തന്നെ നവഗ്രഹങ്ങൾക്കുള്ള ക്ഷേത്രമാണ് കാണിച്ചിരിക്കുന്നത്. നടുവിലായിട്ട് കാണിച്ചിരിക്കുന്ന വലിയ സ്തൂപമാണ് സൂര്യൻ്റേത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചുറ്റും അവർ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ വെള്ളക്കെട്ടിലില്ലേ കുഞ്ഞു കുഞ്ഞു കുറേ മീനുകളുണ്ട് കേട്ടോ. അപ്പം അതിനെ കാണാൻ വേണ്ടി കുട്ടികൾ ബഹളം വെച്ചപ്പോൾ അങ്ങോട്ട് ഇറങ്ങി നോക്കിയാണ്. ചെറിയ മീനുകളാട്ടോ. അവിടെ ഇവിടെയായിട്ട് വെള്ളി കളറിൽ ഇങ്ങനെ കിടന്നു പോകുന്ന കാണാം. അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല ക്യാമറയിൽ. അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുട്ടികൾ മീനിൻ്റെ അടുത്തൊക്കെ നോക്കിയിരുന്ന്. ഇവിടെ വലിയ ആഴമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കണ്ടിരുന്നു ഇവിടെ വലിയ ആഴമില്ല കേട്ടോ. അവർ ഞങ്ങൾ കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും മീനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട് കുശുമ്പൂത്തി നിൽക്കുക കേട്ടോ. മീനെ കണ്ടേ പറ്റൂ, മീനെ പിടിക്കണം, അങ്ങനെ കുറേ വാശികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികൾ വലുതാകൊണ്ട് തോറും അങ്ങോട്ട് വാശി കൂടി വരികയാണ്. ആൾ ഒന്നിനും സമ്മതിക്കില്ല. ആൾക്ക് മീൻ വേണം, മീനില്ലാതെ ആൾ ഇറങ്ങി വരൂലെന്ന് പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ വള മേടിച്ചുതരാം, മാല മേടിച്ചുതരാം എന്നൊക്കെ പറഞ്ഞ് ആളെയും വിളിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു കേട്ടോ. നമ്മൾ പിന്നെ നേരെ വന്നത് വളയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്താണ്. ഇവിടെ കുട്ടികളുടെ ഭാഗത്തിനുള്ള സാധനങ്ങളൊക്കെ വളരെ കുറവാട്ടോ. ഒത്തിരി ടോയ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ നമ്മൾ കണ്ട് മടുത്ത് കിടക്കണ കുറേ സാധനങ്ങളാണ്. ഇവിടെ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നതാണെന്നാണ് തോന്നുന്നു. ഒത്തിരി ഒന്നും ചിലവോ കാര്യങ്ങളൊന്നും ഉള്ള കടകളായിട്ട് തോന്നുന്നില്ല. എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ. ഇവിടെ വേറെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കുള്ള കുഞ്ഞു നെക്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. വെറൈറ്റി കമ്മലുകളും അതുപോലെ കുറേ അധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി കേട്ടോ. ഇത് കരിമ്പും ജ്യൂസ് ആട്ടുന്ന കേട്ടോ കാണുന്നത്. കാളയാണ് കരിമ്പ് അത് ചക്ക് പിടിയുന്നത്. നമ്മൾ കുറച്ച് നേരം അവിടെ കയറി ഇരുന്നു. അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. നമ്മൾ അതിൽ കയറി കുറച്ച് നേരം കുട്ടികളൊക്കെ ആയിട്ട് നമ്മളിരുന്ന് കളിച്ചു. കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ആട്ടുകെട്ടിൽ കണ്ടാണ് നമ്മൾ ആ കടയിൽ നിർത്തിയത്. പിന്നെ ചക്കിൽ ഇങ്ങനെ കരിമ്പാട്ടി എടുക്കുന്ന പശുവൊക്കെ അങ്ങനെ കാക്കുന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് ഈ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും വിട്ടുകൊടുത്തില്ല കേട്ടോ. ഞാനും ഇരുന്ന് ആടി കേട്ടോ കുറച്ച് ഊഞ്ഞാലൊക്കെ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. നമ്മൾ ഒരു ദിവസം ഔട്ട് പാസ് എടുത്തായിട്ട് നമ്മൾ പുറത്ത് പോയത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. വഴി സൈഡിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി മാറ്റി നിർത്തി. ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ഇത് അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ വഴിയിൽ നിന്ന് കഴിക്കണ്ട, ദൂരം ഉള്ളതുകൊണ്ട് ഹോട്ടലൊക്കെ നല്ലതാണോ എന്നൊന്നും അറിയില്ല. കുട്ടികളെ കൊണ്ട് കയറൽ പാടായതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയെടുത്ത് ഒരു അടിപൊളി തടാകം ഉണ്ടായിരുന്നു കേട്ടോ. മഹാരാഷ്ട്രയിൽ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനത്തെ കുഞ്ഞു തടാകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പാറ പൊട്ടിച്ചിട്ട് ഗ്യാപ്പിൽ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന കേട്ടോ. ഇത് വെയിൽ തെളിയുമ്പോൾ പൊക്കോളുവേ. ഞങ്ങളങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ കുട്ടി ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്